സുഹൃത്തുക്കളെ, ഇന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ട ഒരു ദിവസമായിരുന്നു. നിങ്ങളും എന്നെ പോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആളുകളും റോഡിൽ പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും പല വണ്ടികളും നമ്മളെ വന്ന് ഇടിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ റോഡിലുള്ള മനുഷ്യരെ കൊല്ലാൻ നോക്കുന്നു. ഇന്നൊരു വാർത്തയും കേട്ടു, ഏതൊരു ബസ് ഇടിച്ചിട്ട് അച്ഛനും മകനൊക്കെ കൊല്ലപ്പെട്ടു എന്ന്. വളരെ ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ റോഡുകളിൽ നടക്കുന്നത്. ഒന്നാമതായി നമ്മുടെ റോഡുകളിൽ വാഹനങ്ങൾ വളരെയധികമാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നമായി തോന്നുന്നത് പൈപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾക്കായി, അതായത് കുടിവെള്ള പൈപ്പുകൾക്കൊക്കെ വേണ്ടി റോഡ് വെട്ടി പൊളിച്ച് അതിഭയങ്കരമായ ഒരു അവസ്ഥയാണുള്ളത്. അതായത് നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റിയാൽ താഴ്ന്നു പോകുന്ന അവസ്ഥ, പിന്നെ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ഉള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ മഴക്കാലവുമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരം പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വരും, നെഗറ്റീവും പോസിറ്റീവും. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമല്ല. വഴി നടക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ വഴിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവരുടെ കാര്യമാണ്. ഈയിടെ ഒരു ദിവസം ബാംഗ്ലൂരിലെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ റോഡിൽ കുഴിയിൽ ബസ് താണിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ട് അതിനുശേഷമാണ് ആ വണ്ടി ക്രെയിൻ വന്നിട്ട് പൊക്കിയെടുത്ത് പോയത് എന്നൊക്കെ ഒരു വാർത്ത കേട്ടു. അപ്പോൾ നമ്മുടെ ഈ റോഡുകളുടെ ഈ അവസ്ഥ ഇതെങ്ങനെ പരിഹരിക്കും? വാഹനങ്ങളുടെ അവസ്ഥ നമുക്ക് അറിയാം, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പുതിയ പുതിയ വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ വാഹനങ്ങളിൽ എങ്ങനെ ഓടിക്കണം എന്നുള്ളതിലും, അതുപോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും ഉപരിയായി റോഡുകൾ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യം നമ്മളുടെ നാട്ടിലുണ്ടാകേണ്ടതുണ്ട്. അത് ഏത് ഗവൺമെൻറ്, പഴയ ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് അങ്ങനെയൊന്നും പറയുന്നില്ല. ഏത് ഗവൺമെൻറ് ആയാലും ഇത്തരം കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ടായത്. ഒന്ന്, ഒരു വാഹനം നേരിട്ട് വന്ന് ഇടിക്കാനിടയായി. ഞാനൊരു സൈഡിലേക്ക്, ഒരു കുറ്റിക്കാട്ടിൻ്റെ സൈഡിലേക്ക് മാറ്റി കൊണ്ട് രക്ഷപ്പെട്ടു. മറ്റൊന്ന്, ഒരു ഇരുചക്ര വാഹനം അത് ഈ കുഴി കാരണം ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി ഓടിക്കുമ്പോൾ എൻ്റെ ഇടതുവശത്തുകൂടി ഒരു ബൈക്ക് എടുത്തു പോയി. എൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലാണെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു വണ്ടി തട്ടിപ്പോയി വലിയൊരു അപകടം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഉണ്ട്. എങ്കിലും ഈ വാഹന സംബന്ധമായ കാര്യങ്ങൾ, റോഡ് സംബന്ധമായ കാര്യങ്ങൾ ഒരുപാട് ഇനിയും മാറേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഇപ്പം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി.